നമസ്കാരം. ബി.ജെ.പിക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കുമെതിരെ ആഞ്ഞടിച്ച് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ. എ.എ.പിക്കുള്ളിൽ ഓപ്പറേഷൻ ചൂൽ നടപ്പാക്കുകയാണ് ബി.ജെ.പി എന്ന് അദ്ദേഹം വിമർശിക്കുന്നു. നേതാക്കളെ വ്യാപകമായി ജയിലിൽ അടയ്ക്കുകയാണ്. തെരഞ്ഞെടുപ്പിന് ശേഷം അവർ എ.എ.പിയുടെ അക്കൗണ്ടുകൾ മരവിപ്പിക്കുമെന്നും കെജ്രിവാൾ പറയുന്നു. എ.എ.പി രാജ്യസഭാ എം.പി കൂടിയായ സ്വാതി മലിവാളിന്റെ പരാതിയിൽ കഴിഞ്ഞ ദിവസം കെജ്രിവാളിന്റെ പി.എ വൈഭവ് കുമാറിനെ ഡൽഹി പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിൽ പ്രതിഷേധിച്ച് ബി.ജെ.പി ആസ്ഥാനത്തേക്ക് നടത്തിയ മാർച്ചിലാണ് കെജ്രിവാളിന്റെ ഈ വിമർശനം. ബി.ജെ.പിയും മോദിയും ഓപ്പറേഷൻ ചൂൽ നടപ്പാക്കുകയാണ്. അപ്പോൾ പിന്നെ ഞങ്ങൾ അവർക്കൊരു വെല്ലുവിളിയാകില്ലല്ലോ. അവർ നമ്മുടെ നേതാക്കളെ അറസ്റ്റ് ചെയ്യുകയാണ്. കൂടുതൽ പേരെ അവർ വരും ദിവസങ്ങളിൽ അറസ്റ്റ് ചെയ്യും. ആം ആദ്മിയുടെ അക്കൗണ്ടുകൾ അവർ മരവിപ്പിക്കും. തെരഞ്ഞെടുപ്പിന് ശേഷം അക്കൗണ്ടുകൾ മരവിപ്പിക്കുമെന്ന് കാണിച്ച് ഇ.ഡി കോടതിയെ അറിയിച്ചിട്ടുണ്ട്. ഇപ്പോൾ അക്കൗണ്ട് മരവിപ്പിച്ചാൽ ഞങ്ങളോട് ജനങ്ങൾക്ക് സഹതാപം തോന്നിയേക്കുമെന്ന് അവർ പറയുന്നുണ്ട്. തെരഞ്ഞെടുപ്പിന് ശേഷം ഞങ്ങളുടെ ഓഫീസ് തന്നെ ഒഴിപ്പിച്ച് തെരുവിലേക്ക് ഇറക്കാനാണ് അവർ ശ്രമിക്കുന്നത്. അതിനിടെ ബി.ജെ.പി ഓഫീസിന് മുന്നിൽ പ്രതിഷേധിച്ച എ.എ.പി പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കിയിട്ടുണ്ടായിരുന്നു. അനുമതിയില്ലാതെ മാർച്ച് നടത്തിയെന്ന് ആരോപിച്ചാണ് അറസ്റ്റ്. ബി.ജെ.പി ഓഫീസ് സ്ഥിതി ചെയ്യുന്ന സിഡി മാർഗിൽ നിരോധനാജ്ഞയും പുറപ്പെടുവിച്ചിട്ടുണ്ട്. വൈഭവ് കുമാറിനെ 5 ദിവസത്തെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടിരിക്കുകയാണ് കോടതി. ഞായറാഴ്ച വൈഭവുമായി അരവിന്ദ് കെജ്രിവാളിന്റെ വസതിയിൽ തെളിവെടുപ്പ് നടത്തുമെന്നും പോലീസ് അറിയിച്ചിട്ടുണ്ട്. ശനിയാഴ്ച ഉച്ചയ്ക്കായിരുന്നു വൈഭവിനെ ഡൽഹി പോലീസ് അറസ്റ്റ് ചെയ്തത്. അരവിന്ദ് കെജ്രിവാളിന്റെ വസതിയിൽ വെച്ച് വൈഭവ് കുമാറിൽ നിന്ന് ക്രൂരമർദ്ദനം നേരിട്ടുവെന്ന സ്വാതി മലിവാളിന്റെ പരാതിയിലായിരുന്നു അറസ്റ്റ്. അതീവ ഗുരുതരമായ പരാമർശങ്ങളാണ് വൈഭവിനെതിരായ എഫ്ഐആറിൽ ഉള്ളത്. മർദ്ദനത്തിൽ സ്വാതിയുടെ വയറിലും നെഞ്ചിലും കാലുകൾക്കും പരിക്കേറ്റെന്നാണ് എഫ്ഐആർ. IPC 354, 506, 509, 323 വകുപ്പുകളാണ് വൈഭവിനെതിരെ എഫ്ഐആറിൽ ചുമത്തിയിട്ടുള്ളത്. അറസ്റ്റിന് പിന്നാലെ ബി.ജെ.പിക്കെതിരെ കെജ്രിവാൾ രംഗത്തെത്തിയിട്ടുണ്ടായിരുന്നു. ബി.ജെ.പി ആം ആദ്മി നേതാക്കൾക്ക് പിന്നാലെയാണ്. അവർ മനീഷ് സിസോദിയെയും സത്യേന്ദർ ജെയിനെയും എന്നെയും അറസ്റ്റ് ചെയ്തു. ഇന്ന് അവർ എന്റെ പി.എ അറസ്റ്റ് ചെയ്തു. ഇപ്പോൾ അവർ രാഘവ് ചദ്ദ, അതീഷി, സൗരഭ് ഭാരദ്വാജ് എന്നിവരെ അറസ്റ്റ് ചെയ്യാൻ ഒരുങ്ങുകയാണ്. ഞാൻ ജയിലിൽ പോകണമെങ്കിൽ ബി.ജെ.പി തിരഞ്ഞെടുക്കൂ, അല്ലാത്ത പക്ഷം നിങ്ങൾ ആം ആദ്മിയെ തിരഞ്ഞെടുക്കൂ എന്നാണ് കെജ്രിവാളിന്റെ വാക്കുകൾ. നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിൽ എത്താനായി സാക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു.